വെരി വെരി ക്രിസ്മസ് എവ്രി വൺ ആൻഡ് വെൽക്കം ടു അവർ ക്രിസ്മസ് വ്ലോഗ്. മൂവി കാണാൻ വന്നേക്കാണ്ട് എന്ത് മൂവി കഴിച്ച് വന്നേക്കണ സർവമായ. ഞങ്ങള് കത്താരയിലേക്ക് വന്നേക്കുവാണ്. ഇവിടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി ഇവര് കണ്ടിട്ടില്ല കത്താര. നമ്മളത് കഴിഞ്ഞിട്ട് സൂക്കിൽ വന്നേക്കാണ് കേട്ടോ. നമ്മള് ഫാമിലി കയറിയേക്കുവാണ് കേട്ടോ. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ്. നമ്മൾ താഴത്തെ വീട്ടുകാർക്കൊക്കെ കൊടുക്കാനായിട്ട് പ്ലം കേക്ക് എടുക്കുവാണ്. വെരി വെരി ക്രിസ്മസ് എവ്രി വൺ ആൻഡ് വെൽക്കം ടു അവർ ക്രിസ്മസ് വ്ലോഗ്. ഞങ്ങള് ഇന്ന് ക്രിസ്മസ് ഡേ രാവിലെ തന്നെ മൂവി കാണാൻ വന്നേക്കാണ്ട്. എന്ത് മൂവി കഴിച്ച് വന്നേക്കണ സർവമായ, നിവിൻ പോളിയുടെ സർവമായ കാണാൻ വന്നേക്കുന്നത്. ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആണ്. അപ്പോൾ നമുക്ക് വേഗം കയറാം. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള മോളാണ് കേട്ടോ. ടവർ മോൾ എന്നാണ് പേര്. ഇവിടെ തന്നെയാണ് ഞങ്ങൾ മിക്കപ്പോഴും മൂവിക്ക് ബുക്ക് ചെയ്യാറുള്ളത്. ഞങ്ങൾ കയറുവാണ് കേട്ടോ മൂവിക്ക്. സേഫ് സോണും പിടിച്ച് വീട്ടിൽ ചോറും പോലെ അടുത്തുള്ള ബാങ്കിൽ പോയിരുന്നെങ്കിലേ നമ്മൾ ഇന്ന് സ്റ്റേജിൽ പാടി പകുതി പാട്ടെങ്കിലും നമുക്ക് പാടാൻ പറ്റുമല്ലോ. പ്രവേ, ഞാൻ നിന്നോട് തർക്കിച്ചതല്ല, ഞാൻ ആക്ച്വലി പറയാൻ ഉദ്ദേശിച്ചത് തന്നെ. ഞങ്ങള് കത്താരയിലേക്ക് വന്നേക്കുവാണ്. ഇവിടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി ഇവര് കണ്ടിട്ടില്ല കത്താര. ഞങ്ങള് കത്താരയിലാണ് ഉള്ളത്. ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ കുറച്ച് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, നമ്മളിതൊക്കെ എടുത്തു. പിന്നെ വേറൊരു ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട് കേട്ടോ. ഞങ്ങളൊരു 4 മണിയാകുമ്പോൾ അങ്ങോട്ട് പോകും. ഇതിപ്പോൾ ചെറുതായിട്ടതുകൊണ്ട് ഞങ്ങളിങ്ങനെ ജസ്റ്റ് കാണാൻ വന്നുള്ളേ. നമ്മളത് കഴിഞ്ഞിട്ട് സൂക്കിൽ വന്നേക്കാണ്. നമ്മൾ മെഷറബിൽ വന്നേക്കാണ്. മെഷറബിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടാണ് ഖത്തറിൽ. ചേച്ചി ബാക്കിലുണ്ട്. ഹീലൊക്കെ ഇട്ട് കുറച്ച് ബാക്കിലായിപ്പോയി നടക്കല് ചേച്ചിയുടെ. സൂക്കിലൂടെ കയറിയിട്ടുണ്ടോ നമ്മൾ മിഷ്റബിൽ പോയത്. സൂക്കിൽ ഇതിനു മുമ്പ് 1-2 പ്രാവശ്യം ഇവർ വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും നമ്മൾ മിഷ്റബിൽ കയറിയിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ക്രിസ്മസിൽ എന്തോ ഒരു ഇവന്റ് ഒക്കെ നടക്കുന്നത് കൊണ്ട് നമ്മൾ ഇന്ന് മിഷ്റബി വരാമെന്ന് വിചാരിച്ചു. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഒരു ഉച്ച സമയം ആവുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളത് ആ പരിപാടിക്കാണ് കേട്ടോ പോണത്. ഇവിടെ ക്രിസ്മസ് എന്തോ പരിപാടി നടക്കുന്നുണ്ട്. സ്വീറ്റ് എന്തോ എഴുതിയിട്ടുണ്ട്, ഇവിടുന്ന് വായിക്കാൻ പറ്റുന്നില്ല. ആ പരിപാടിയിൽ നമ്മൾ കയറിയില്ല കേട്ടോ. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞു ഒരു ഇവന്റ് ആയിരുന്നു. അതുകൊണ്ട് നമ്മളവിടെ കയറിയില്ല. ഞങ്ങൾ ജസ്റ്റ് മിഷ്റബിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഭയങ്കര ഒരു ഇരുട്ട് പോലെ ഫീൽ ചെയ്തു മൊത്തത്തിൽ. അങ്ങോട്ട് നമ്മൾ ഒരുപാട് നടന്നങ്ങ് പോയി. പക്ഷെ ഇങ്ങോട്ട് നമുക്ക് വേഗം വരേണ്ട ആവശ്യമുണ്ട്, കാരണം നമ്മൾ ക്രിസ്മസ് ലഞ്ച് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫാമിലി കയറിയേക്കുവാണ് കേട്ടോ. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് നമ്മൾ നിൽക്കുകയാണ്. നമ്മളും സൂക്കിൻ്റെ അകത്താണ് ഉള്ളത് കേട്ടോ. ഇത് എക്സിബിഷനാണ്. ഇവിടെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്രാവശ്യം ആർട്ടൊക്കെയാണ്. തിരിച്ച് നമ്മൾ പോണ വഴി ഇതുപോലെ തന്നെ സൂക്കി കൂടി കയറിയാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ കണ്ടിട്ട് കയറിയതാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് സാത്തറിലേക്ക് വന്നേക്കുവാണ്. നമ്മൾ സാത്തറിലാണ് കേട്ടോ റിസർവ് ചെയ്തിട്ടുള്ളത് ക്രിസ്മസിന്. നമ്മൾ ഓൾറെഡി റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഭയങ്കര തിരക്കായതുകൊണ്ട് ഒരു 5 മിനിറ്റ് പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ഇതാണ് നമ്മൾ കഴിക്കാൻ പോകുന്ന അച്ചായൻ സദ്യ. അച്ചായൻ സദ്യ കഴിക്കാൻ വന്നതാണോ? സദ്യയുടെ ഒരുപാട് വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര സ്പീഡിലാണ് അവർ വിളമ്പി പോയത്, കാരണം ഒരുപാട് തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം വിളമ്പി പോയത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കൂടുതൽ വീഡിയോസ് എടുത്തിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാമിനും യൂട്യൂബിനും ഒക്കെ കൂടി എടുക്കാനായിട്ടുള്ള ഗ്യാപ്പ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഈ അച്ചായൻ സദ്യയിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നുള്ളതെന്ന് അറിയണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ എന്തൊക്കെയാണുള്ളതെന്നുള്ളൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്റെ വീഡിയോയില് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കത്താരയിലേക്കാണ് പോകുന്നത്. ഞങ്ങള് കത്താരയിൽ വന്നേക്കാണ് കേട്ടോ. ചേച്ചി ടയർഡാണ്. ഞാൻ കുഴപ്പമില്ല, എന്നാലും കൊറേ കഴിച്ചതിന്റെ ഒരു ക്ഷീണമുണ്ട്. അപ്പൊ ഞങ്ങള് കത്താരയിൽ വന്ന ജെറി ഞങ്ങൾ 2-3 തവണ കത്താരയിൽ വരുന്നെങ്കിലും ഇതിന്റെ സീസൺ ആയതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടാവും. അത് കാരണം എന്തെന്നാ നമ്മൾ പോണേ ജെറിക്ക് ഒരിക്കലും കത്താര കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മള് കത്താരയിൽ വന്നാണ്. അവര്
അവർ ഫ്രണ്ടിൽ പോയി നമ്മൾ അവരുടെ അടുത്തേക്ക് പോകും. അവരിവിടെ ഒരു വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് ഇല്ല, നല്ല ഭംഗിയുള്ള അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇത് അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അതാണ് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ്. യെസ്, നമ്മൾ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പള്ളിയിൽ കൂടി ഒന്ന് പോകാനുണ്ട്. പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. പള്ളിയാണ് കേട്ടോ ഇത്. നമ്മൾ പള്ളിയിൽ വന്നിട്ടാണ്. ഇതിന് റിലീജിയസ് കോംപ്ലക്സ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഖത്തറിലെ പള്ളികളൊക്കെ ഉള്ളത്. പ്ലം കേക്ക് വിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ താഴത്തെ വീട്ടുകാർക്കൊക്കെ കൊടുക്കാനായിട്ട് പ്ലം കേക്ക് എടുക്കുവാണ്. കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസിൻ്റെ പുറത്തുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിനി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. Merry Christmas. Thank you. Thank you. Merry Christmas. Thank you. Merry Christmas. Thank you. സാൻഡുണ്ട്. ഓർമ്മയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്യൂട്ടി ക്യൂട്ടി. ക്രിസ്മസ് ഓർമ്മയായിട്ട്. കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ ഇവർക്ക് ഗിഫ്റ്റ് വാങ്ങിക്കുന്ന ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഒരു കുട്ടി ക്രിസ്മസ് വ്ളോഗ്. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് പിന്നെ കാണാം. അതുവരെ ബൈ.